കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനല്ല ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ നിർദ്ദേശം. പാർട്ടി അംഗങ്ങളുടെ എണ്ണം 40 ലക്ഷമായി ഉയർത്താൻ ശ്രമിക്കണം. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കണമെന്നും പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അമിത് ഷാ വ്യക്തമാക്കി. പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മുന്നോട്ട് വെച്ചത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതല്ല, ഭരണം പിടിച്ചെടുക്കുന്നതാകണം പാർട്ടി അജണ്ട. അതിനായി കഠിനാധ്വാനം ചെയ്യണം. പാർട്ടി അംഗങ്ങളുടെ എണ്ണം 40 ലക്ഷമായി ഉയർത്താനുള്ള പ്രവർത്തനം നടത്തണം. ചുരുങ്ങിയത് 27 ലക്ഷം കുടുംബങ്ങളിലെങ്കിലും പാർട്ടി അംഗങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കണമെന്നും എല്ലാ നേതാക്കന്മാരും മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും അമിത് ഷാ ആവശ്യപ്പെട്ടു. സജീവാംഗമായി പ്രവർത്തിക്കുന്ന ആൾ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും പ്രവർത്തിക്കണം. 100 പേരെ പുതുതായി ചേർക്കാത്ത സജീവാംഗത്തിന് തുടർന്ന് ചുമതല നൽകേണ്ടതില്ലെന്നും അമിത് ഷാ നിർദ്ദേശിച്ചു. എല്ലാ മാസവും കേരളത്തിലെ പ്രവർത്തനം വിലയിരുത്തുമെന്നും സോഷ്യൽ മീഡിയയിലടക്കം പാർട്ടിയുടെ പ്രചരണത്തിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും അമിത് ഷാ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് 23% വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഈ അവസ്ഥ തുടർന്നാൽ അത് 35% ഉയർത്താൻ കഴിയുമെന്നും അമിത് ഷാ യോഗത്തിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എച്ച് രാജയും യോഗത്തിൽ പങ്കെടുത്തു. ഹരിയാനയ്ക്ക് സമാനമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതിനപ്പുറം ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാകണം പാർട്ടി പോകേണ്ടത് എന്നാണ് അമിത് ഷാ നൽകുന്ന നിർദ്ദേശം. അതിനായി എല്ലാ മാസവും അമിത്ഷായുടെ നിരീക്ഷണവും ഉണ്ടാകും. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.